അസ്സലാമു അലൈക്കും സഹോദരങ്ങളെ, ഇന്ന് ഞായറാഴ്ച ജൂൺ 2 തീയതി 2024, നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ ജൂൺ 4 തീയതി 2024 ചൊവ്വാഴ്ച ഇലക്ഷന്റെ റിസൾട്ട് വരികയാണ്. നമ്മളൊക്കെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് NDA ജയിച്ചുവോ അതോ ഇന്ത്യ സഖ്യം വിജയിച്ചുവോ എന്ന് അറിയാൻ വേണ്ടിയാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. എന്നാൽ ഇവർ രണ്ടുപേരുമല്ല വിജയിക്കാൻ പോകുന്നത്. വിജയം ഇസ്ലാമിൻ്റേതാണ്. 4 തീയതി റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാരണം വിജയിച്ചിരിക്കുന്നത് ഇസ്ലാമാണ് വിജയിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാം. കാരണം മോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇസ്ലാമിനോടുള്ള വെറുപ്പ് പറഞ്ഞ് ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് ഇസ്ലാമിനോടൊരു വെറുപ്പ് അവരുടെ മനസ്സിൽ ഉണ്ടാവുകയും ആ വെറുപ്പിനെ വോട്ട് ബാങ്കാക്കി മാറ്റിക്കൊണ്ട് മോദി സർക്കാർ 3-ാം ഊഴത്തിൽ വരികയുമാണ് ചെയ്തിരിക്കുന്നത്. ഇവരെ ഈ 3-ാം ഊഴത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതിൻ്റെ ക്രെഡിറ്റ് അത് മുസ്ലിങ്ങൾക്കുള്ളതാണ്. മുസ്ലിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% മുസ്ലിങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അവർ സത്യവിശ്വാസികളാണ്. ബാക്കി 90% നാമധാരികളായിട്ടുള്ള മുസ്ലിങ്ങൾ പരസ്പരം പോരടിച്ചതിൻ്റെ പേരിൽ അള്ളാഹു അവരോട് നേരത്തെ 1400 വർഷം മുൻപ് വാർണിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പരസ്പരം കലഹിക്കരുത്. പരസ്പരം കലഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളെ ഞാൻ നിങ്ങളുടെ തലക്ക് മുകളിൽ നിന്നും കാലിനടിയിൽ നിന്നും കൊണ്ടുവന്ന് അവരുടെ പീഡനം നിങ്ങൾക്ക് അനുഭവിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ കലഹിക്കരുത്. അങ്ങനെ കലഹിക്കരുത് എന്ന് എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിന്റെ മുകളിൽ നിന്ന് അവർക്ക് താക്കീത് നൽകുകയും ചെയ്യുന്നുണ്ട്. ആ താക്കീത് എങ്ങനെയെന്നാൽ വഹ്തസിമു ബിഹബലില്ലാഹി ജമീഅ വലാ തഫറഖു. എല്ലാ മുസ്ലിങ്ങളും ഒരുമിച്ച് നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക. പാശം എന്ന് പറയുന്നത് ഖുർആനെ മുറുകെ പിടിക്കുക. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കരുത് എന്ന് പറയുകയുണ്ടായിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ 1400 വർഷങ്ങളായിട്ട് മുസ്ലിങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമാൻഡിന്, ഈ ഉത്തരവിന് നേരെ എതിർ പ്രവർത്തിച്ചു. ഇതിൽ പ്രവർത്തിച്ചത് എങ്ങനെയാണ്? അവരാദ്യമായിട്ട് ഹനഫി, ഷാഫി, ഹംബലി, മാൽക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പിസത്തിൽ കൂടെ പരസ്പരം ചിളിവാരി എറിയുകയും ഒരു ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പിന് ഇഷ്ടപ്പെടാതിരിക്കുകയും എന്ന കണ്ടീഷനിൽ ആദ്യമായിട്ട് വന്നു. പിന്നീട് ഒരു 4 ഗ്രൂപ്പും കൂടി ഉണ്ടായി. അത് സുന്നി, മുജാഹിദ്, തബ്ലീഗ്, ജമാഅത്ത് ഇസ്ലാമി, ഇങ്ങനെ 4 ഗ്രൂപ്പും കൂടി ഉണ്ടായി. അങ്ങനെ 8 ഗ്രൂപ്പായി. പിന്നീട് ഈ സുന്നികൾ തന്നെ വീണ്ടും 2 ഗ്രൂപ്പായി. EKAP. മുജാഹിദ് 3 ഗ്രൂപ്പായി. വിസ്ഡം, KNM, മർകസുദ്ദഅവ. ഈ പറഞ്ഞ ഗ്രൂപ്പുകളൊക്കെ കൂടാതെ ഷിയ, സൂഫി, അഹമ്മദി, ബോറ തുടങ്ങി ഏകദേശം ഒരുപാട് ഗ്രൂപ്പുകളായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഉമ്മത്തി 73 ഗ്രൂപ്പായി പിരിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 73നോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഗ്രൂപ്പുകൾ. ഇങ്ങനെ ഈ ഗ്രൂപ്പുകളൊക്കെ പരസ്പരം ചെളിവാരി എറിയാൻ തുടങ്ങിയപ്പോൾ, ഇത് കേരളത്തിലെ സ്ഥിതി മാത്രമല്ല, ഇന്ത്യ ഒട്ടുക്കും ഇങ്ങനെ തന്നെയാണ്. ഇന്ത്യയിൽ ഔട്ട് ഓഫ് കേരള കുറച്ചും കൂടിയും വൾഗറായിട്ട് കൊലപാതകങ്ങൾ വരെ ഗ്രൂപ്പിന്റെ പുറത്ത് നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മുസ്ലിങ്ങൾ അവർ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു കഴിഞ്ഞപ്പോൾ അള്ളാഹ് അവരോടൊരു വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു, താക്കീത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഗ്രൂപ്പ് പരമായി നിങ്ങൾ പരസ്പരം പോരടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ തലക്ക് മുകളിൽ നിന്നും കാലിനടിയിൽ നിന്നും ഞാൻ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? സൂറ അൽ-അൻആം 6ാമത്തെ സൂറത്തിലെ 65ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: പറയുക, നിങ്ങളുടെ മുകൾ ഭാഗത്തു നിന്നോ നിങ്ങളുടെ കാലുകളുടെ ചുവട്ടിൽ നിന്നോ നിങ്ങളുടെ മേൽ ശിക്ഷ അയക്കുവാൻ, അല്ലെങ്കിൽ നിങ്ങളെ ഭിന്നകക്ഷികളാക്കി ആശയക്കുഴപ്പത്തിലാക്കുകയും നിങ്ങളിൽ ചിലർക്ക് മറ്റു ചിലരുടെ പീഡനം അനുഭവിപ്പിക്കുകയും ചെയ്യാൻ കഴിവുള്ളവനത്രേ അവൻ. നോക്കൂ, അവർ ഗ്രഹിക്കാൻ വേണ്ടി നാം തെളിവുകൾ വിവിധ രൂപത്തിൽ വിവരിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്. കണ്ടില്ലേ? ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഗ്രൂപ്പുകളായിട്ട്, ഭിന്നകക്ഷികളായിട്ട് നിങ്ങൾ വിഭജിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലക്ക് മുകളിൽ നിന്നും കാലിനടിയിൽ നിന്നും ശിക്ഷ കൊണ്ടുവരും. അങ്ങനെയാണ് തലക്ക് മുകളിൽ നിന്നും കാലിനടിയിൽ നിന്നും ശിക്ഷ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അമിത്ഷായും മോദിയെയും യോഗിയെയും BJPയെയും കൊണ്ടുവന്നിരിക്കുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ അവരെ തല്ലിക്കൊല്ലുക, ലിഞ്ചിങ് എന്ന വാക്ക് തന്നെ ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്നത് മോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. റോഡിലൂടെ നടന്നു പോകുന്നവനോട് ജയ് ശ്രീരാം വിളിക്കാൻ പറയുക, അനുസരിക്കാത്തവനെ തല്ലുക. അതുപോലെ തന്നെ പശുവിനെ കൊണ്ടുപോകുന്നവനും പോത്തിനെ കൊണ്ടുപോകുന്നവനെയൊക്കെ അവരെ അടിച്ചു കൊല്ലുക റോട്ടിലിട്ടിട്ട്. ഇത്രയൊക്കെ ചെയ്യുന്ന കണ്ടീഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി BJPയോ മോദിയോ യോഗിയോ അമിത്ഷായോ അല്ല, മറിച്ച് അള്ളാഹു തന്നെയാണ്. അള്ളാഹുവാണ് ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത് മുസ്ലിങ്ങൾക്ക് പീഡനം അനുഭവിപ്പിക്കാൻ വേണ്ടി എന്ന് മനസ്സിലാക്കുക. ഇനി മോദി എങ്ങനെയാണ് അധികാരത്തിൽ വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ മത്സരത്തിൽ 100-ൽ കൂടുതൽ സീറ്റൊന്നും ഇദ്ദേഹത്തിന് കിട്ടിക്കാണാൻ ഒരു ന്യായവും കാണുന്നില്ല. അതായത് ഇന്ത്യ സഖ്യത്തിന്റെ ആ വിജയം അവരുടെ മുൻപിൽ ജനങ്ങളുടെ കൂടെ കൂടിക്കിടന്ന ജനസമുദ്രം കാണുമ്പോൾ
നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും 300 ചില്ലാനം സീറ്റ് ഇന്ത്യ സഖ്യത്തിന് ഉറപ്പാണ്, മോദിക്ക് 100 പോലും ഇല്ല എന്നുള്ളത്. പക്ഷേ മോദി എങ്ങനെ 300 ചില്ലാനം സീറ്റുകൾ നേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിത്രത്തിൽ കാണുന്ന ഈ പഴയ ഖിലാഡികൾ ഇവർക്ക് പണം കൊടുത്തുകൊണ്ട് ഇവർ മോദി 300 ചില്ലാനത്തിൽ വിജയിക്കും എന്ന് ഒരു എക്സിറ്റ് പോൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതുകൂടാതെ പുതുമഴയ്ക്ക് കൂൺ മുളക്കുന്നത് പോലെ ഒരുപാട് യൂട്യൂബ് ചാനലുകാരും വന്നിട്ടുണ്ട്. അവർക്കുമൊക്കെ വെള്ളം പോലെ പണം ഇറക്കിക്കൊണ്ട് അവരെ കൊണ്ടുമൊക്കെ പറയിപ്പിക്കുകയാണ് മോദിക്ക് 300 ചില്ലാനം സീറ്റുകൾ ഉണ്ടാകും എന്ന്. എന്തിനാണ് ഇങ്ങനെ പറയിപ്പിക്കാൻ കാരണം? അതായത് ഈ റിസൾട്ട് വരുന്ന അന്ന് 4-ാം തീയതി നിങ്ങൾക്ക് കാണാൻ കഴിയും 11 മണി വരെ, അതായത് 11 മണി വരെ കോൺഗ്രസ് ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യ സഖ്യത്തിന്റെ തരംഗങ്ങൾ, ഇതാ ഇന്ത്യ സഖ്യം വിജയിച്ചിരിക്കുന്നു, അവർ ഭരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 11 മണി വരെ ജനങ്ങൾ ആഘോഷിക്കും, പടക്കം പൊട്ടിക്കും. അപ്പോഴാണ് ഈ സമയത്താണ് 11 മണി മുതൽ അങ്ങോട്ട് BJP ഇങ്ങനെ മുകളിലേക്ക് കയറി വന്ന് അവരവരുടെ 3-ാം ഊഴത്തിലേക്ക് വരികയും ചെയ്യും. എങ്ങനെയാണ് ഇവർ വരുന്നത്? അതായത് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് തന്നെ BJP ആണല്ലോ. അവരുടെ ഈ മോദിയുടെ ആളുകൾ ഈ ഓഫീസിനകത്ത് പോയിരുന്നു കൊണ്ട് വെബ്സൈറ്റിനകത്ത് ഈ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ, അതായത് 23-ന് 32 ആക്കാനും 73-ന് 23 ആക്കാനും ഒക്കെ കഴിവുള്ള ആളുകളാണ് ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നവരെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവർക്ക് തോന്നിയ രീതിയിലുള്ള ഒരു റിസൾട്ട് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ സ്വീകരിക്കുകയും ഇതാണ് യഥാർത്ഥ റിസൾട്ട് എന്ന് മനസ്സിലാക്കുകയും നമ്മൾ വിചാരിച്ചുകൊണ്ട് അങ്ങനെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ ഈ അട്ടിമറിയിൽ കൂടി നേടിയെടുത്തിട്ടുള്ള 300 ചില്ലാനം സീറ്റ് ഇത് അട്ടിമറിയോ വോട്ട് റിഗ്ഗിങ്ങോ അല്ല, ഇത് സ്വാഭാവികമായി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതാണ്. കണ്ടില്ലേ, എക്സിറ്റ് പോൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നില്ലേ ഞങ്ങൾക്ക് 300 ചില്ലാനം വോട്ട് ലഭിക്കും എന്ന് പറയാൻ വേണ്ടിയാണ് പണം കൊടുത്ത് ഇപ്പോൾ ഈ ചാനലുകാരെ കൊണ്ട് എക്സിറ്റ് പോള് BJPക്ക് 320 കിട്ടും എന്ന് BJP പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതോടുകൂടി ഒരു കാര്യം കൂടിയിട്ട് മുസ്ലിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ, മോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ചെങ്കോല് കൊണ്ടുപോയി നമ്മുടെ പാർലമെന്റിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ചെങ്കോൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാലം ഇന്ത്യ ഭരിക്കുന്നത് രാജഭരണമായിരിക്കും. എങ്ങനെയാണോ മുഗൾ ഭരണം നടന്നിരുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ചില ഗൾഫ് നാടുകളിലൊക്കെ ഇന്നും എങ്ങനെയാണോ രാജഭരണം നടക്കുന്നത്, അതുപോലത്തെ ഒരു ഭരണമാണ്. മോദി രാജാവാണ്. മോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രൈം മിനിസ്റ്റർ എന്ന അദ്ദേഹത്തിന്റെ ആ ടൈറ്റിൽ എടുത്ത് മാറ്റിക്കൊണ്ട് ഹിസ് ഹൈനസ് ദ കിങ് എന്നായിരിക്കും ഇനി പറയേണ്ടത്. കാരണം ഇനി അവിടെ നിന്ന് മോദി അദ്ദേഹത്തിന്റെ മരണം വരെ ഇറങ്ങുന്ന പ്രശ്നമില്ല. മോദിക്ക് ശേഷം അമിത്ഷായും അമിത്ഷാ ക്ഷേം യോഗിയും ഇവരൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വന്ന് മുസ്ലിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കാറ്റുപോയ അവസ്ഥയിലാവും. അത് വളരെ കൃത്യമായിട്ട് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? സൂറ അൻഫാൽ 8-ാമത്തെ സൂറത്തിലെ 46-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അള്ളാഹുവിനെയും അവന്റെ ദൂതിനെയും അനുസരിക്കുക, നിങ്ങൾ അന്യോന്യം കലഹിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ ദുർബലരാകും, നിങ്ങളുടെ കാറ്റുപോകും. നിങ്ങൾ ക്ഷമിക്കൂ, അള്ളാഹു ക്ഷമാശീലരോടൊപ്പമാണ്. കണ്ടില്ലേ, നിങ്ങൾ കലഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റ് പോകും. ഇപ്പോൾ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ നല്ല വാഹനം റോൾസ് റോയ്സോ മെർസിഡീസോ ആയിക്കോട്ടെ, ടയറിൽ കാറ്റില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ അതിനെക്കൊണ്ട്? അതുപോലെ തന്നെയാണ് മുസ്ലിങ്ങൾ. അതിൽ ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാറ്റ് പോയ അവസ്ഥയിലാണ്. ആർക്ക് വേണമെന്നുണ്ടെങ്കിലും അവരെ തലക്കിട്ടടിക്കാം. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് മുസ്ലിങ്ങളുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ആദ്യമായിട്ടാണല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലിഞ്ചിങ് എന്ന് കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. മുസ്ലിങ്ങളെ ഇങ്ങനെ തല്ലിക്കൊല്ലുക, റോട്ടിലിട്ടിട്ട് മദ്രസയിൽ അല്ലെങ്കിൽ പള്ളിയിൽ കിടന്നുറങ്ങുന്ന ഇമാമാരെ കഴുത്തറുത്ത് കൊല്ലുക, ഇതൊക്കെ നമ്മൾ സഹിച്ചോളണം. സഹിച്ച് എവിടം വരെ സഹിക്കണം? നമ്മളെ ഒരു സമയം വരുന്നു, അധികം ദൂരത്തില്ലാത്ത സമയം, ഒരു 4-5 വർഷത്തിനുള്ളിൽ നമ്മുടെ ഇലക്ഷൻ വോട്ടിംഗ് ഉള്ള അനുവാദം അത് ആദ്യമായിട്ട് എടുത്തു കളയും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ കൊണ്ടുപോയിട്ട് ഡിറ്റൻഷൻ സെന്ററിൽ കൊണ്ടുപോയിടും. നമ്മൾ കണ്ടതാണ് ബംഗ്ലാദേശിൽ റോഹിംഗ്യൻസ് എങ്ങനെയാണ് ഡിറ്റൻഷൻ സെന്ററിൽ പുല്ല് തിന്ന് ജീവിച്ചിരുന്നത്. അതുപോലത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളെ ഡിറ്റൻഷൻ സെന്റർ പണിതിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി പല സ്ഥലങ്ങളിലും ഡിറ്റൻഷൻ സെന്ററുകൾ പണിതിട്ടുണ്ട്. ആ പണിത സ്ഥലത്തേക്ക് നമ്മുടെ പൂർവികന്മാരുടെ സർട്ടിഫിക്കറ്റുകൾ ചോദിച്ചുകൊണ്ട്, ബർത്ത് സർട്ടിഫിക്കറ്റുകൾ ചോദിച്ചുകൊണ്ട് ഹാജരാക്കാൻ കഴിയാത്തവരൊക്കെ നുഴഞ്ഞുകയറ്റക്കാർ, ഈ ഇലക്ഷനിൽ മോദി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നുഴഞ്ഞുകയറ്റക്കാർ, അവർക്കെതിരെ അദ്ദേഹം ആക്ഷൻ എടുക്കുമെന്നത്. അപ്പോൾ നമ്മളെയൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഡിറ്റൻഷൻ സെന്ററിൽ കൊണ്ടുപോയിടും. അന്ന് നമ്മൾ ഈ മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, അതേപോലെ തന്നെ AP, EK, സുന്നി ഇതൊന്നും ഉണ്ടാവില്ല. അന്ന് നമ്മൾ മുസ്ലിങ്ങൾ ഒരുമിച്ചിരിക്കും.
എന്നിട്ട് ഒരു സർട്ടൺ പീരീഡ് ആകുമ്പോൾ സർക്കാരിന് നമ്മളൊരു ബാധ്യതയാകും. അതായത് നമ്മളെ തീറ്റിപ്പോറ്റാൻ കഴിയാതെ ചുറ്റുപാട് വരുമ്പോൾ നമ്മളെയൊക്കെ മിലിറ്ററി ട്രക്കിനകത്ത് നിറച്ചിട്ട് നോമാൻ സോണിൽ കൊണ്ടുപോയി ഇറക്കും. പാകിസ്ഥാന്റെ ബോർഡറായിട്ടുള്ള നോമാൻ സോൺ അവിടെ കൊണ്ടുപോയി ഇറക്കിയിട്ട് നമ്മളോട് പറയും പാകിസ്ഥാനിലേക്ക് നടന്നോളാൻ പറയും. അപ്പോൾ ഈ ഇന്ത്യൻ ബോർഡറും പാകിസ്ഥാൻ ബോർഡറിനും ഇടയിലായിട്ട് ഏകദേശം ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആളുകളില്ലാത്ത ഒരു ശൂന്യമായിട്ടുള്ള സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നമ്മളോട് ഇറക്കിയിട്ട് നമ്മൾ പാകിസ്ഥാനിലേക്ക് നടക്കാൻ പറയുമ്പോൾ നമ്മൾ പാകിസ്ഥാനിലേക്ക് നടന്നുകൊണ്ടിരിക്കും ഗ്രൂപ്പായിട്ട്. അവിടെ നിന്ന് ബൈനോക്കുലറിൽ പാകിസ്ഥാൻ കാണാൻ കഴിയും. ഇവിടെ നിന്ന് ഇന്ത്യക്കാർ പാകിസ്ഥാനെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്കെതിരെ ഷെല്ലാക്രമണം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ നോമാൻ സോണിൽ മരിച്ചു വീഴും. ഇവിടെ നമ്മുടെ വീടും അതുപോലെ തന്നെ ബിസിനസ്സും വണ്ടികളും ഒക്കെ സംഖ്യകൾ ആഘോഷിക്കും. അപ്പോൾ ആ ഒരു ചുറ്റുപാടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഈ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഗ്രൂപ്പിസം അവസാനിപ്പിച്ചുകൊണ്ട് ഇസ്ലാം മുസ്ലിങ്ങൾ ഒന്നാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതാപം വീണ്ടും ലഭിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടത്തോടെ അവസാനിക്കുകയും ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയും അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ജസാക്കല്ലാഹ് ഖൈർ.